വിജയണ്ണൻ പറഞ്ഞ നമ്പർ 1 കേരളത്തിൽ ഒരു പൊൻതൂവൽ കൂടി. അതായത് 170 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് തമിഴ്നാട്ടിൽ 165 രൂപയാണ് ബില്ല് വരുന്നത്. കേരളത്തിൽ 736 രൂപ ബില്ല് വരും. കേരളത്തിൽ 571 രൂപ കൂടുതലാണ്. തൊട്ടയൽ സംസ്ഥാനമായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് വൈദ്യുതി ബില്ലുകളിൽ ഈ വലിയ വ്യത്യാസം? ഉപയോഗിച്ച വൈദ്യുതിയുടെ യൂണിറ്റ് നിരക്ക് എടുക്കുമ്പോൾ കേരളത്തിലെ നിരക്കിനേക്കാൾ കൂടുതലാണ് തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിൽ 100 യൂണിറ്റ് വൈദ്യുതിയുടെ നിരക്ക് 480 രൂപയാണ്. KSEBിയുടെ നിരക്ക് 100 യൂണിറ്റിന് 367 രൂപ മാത്രം. അതായത് കേരളത്തിൽ വൈദ്യുതി ചാർജ് 113 രൂപ കുറവാണ്. എന്നിട്ടും ഇവിടെ ബില്ല് എങ്ങനെ കൂടുന്നു? കേരളത്തിൽ ഉപഭോക്താക്കളെ കൊള്ളയടിക്കാൻ KSEBിക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നത് കൊണ്ട്. അതാണ് ഉത്തരം. ഇനി തമിഴ്നാട്ടിലെ ബില്ല് കാണൂ. 2 സബ്സിഡി കാണാം. അങ്ങനെയാണ് ഉപയോഗിച്ച വൈദ്യുതിയുടെ നിരക്കായ 480 രൂപയിൽ 362 രൂപ കുറയുന്നത്. അതായത് ഇവിടെ 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാളുടെ വൈദ്യുതി ബില്ല് 118 രൂപ മാത്രം. വെറും 44 രൂപ മാത്രം സർക്കാർ സബ്സിഡി കിട്ടുന്ന കേരളത്തിലെ ഗാർഹിക ഉപഭോക്താവിന് ബില്ല് 433 രൂപയും. നമ്മുടെ ബില്ലിൽ വൈദ്യുതി ഡ്യൂട്ടി, സർചാർജ്, ഫിക്സഡ് ചാർജ്, മീറ്റർ വാടക, അങ്ങനെ പോക്കറ്റ് കാലിയാക്കാനായി നിരവധിയുണ്ട്.